ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഊണിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു നാടൻ സ്റ്റൈൽ വറുത്തരച്ച തക്കാളി കറിയാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. തക്കാളി കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. തക്കാളി ഞാൻ 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 4 എണ്ണം എടുത്തോളൂ. ഒരു ഇഞ്ചി കഷ്ണം, 4 ചെറിയുള്ളി, ഒരു പച്ചമുളക്. പിന്നെ നമുക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട്. ഞാനിവിടെ എൻ്റെ കയ്യിൽ പേസ്റ്റാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പുളിയാണെങ്കിൽ ഒരു ചെറിയ പുളിയുടെ ബോൾ എടുത്തോളൂ. പിന്നെ വറുത്ത് അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: ചെറിയ തേങ്ങ, ഉലുവ, മല്ലി, ചെറിയുള്ളി, കരിവേപ്പില, ചുവന്ന മുളക്, വെളുത്തുള്ളി. വറുത്തിടാനായിട്ട് കരിവേപ്പില, കടുക്, ചെറിയുള്ളി, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും. ഇതുകൂടാതെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ചുവന്ന മുളക്, കരിവേപ്പില, ചെറിയുള്ളി, മല്ലി, ഉലുവ, വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞു പോവാതെ നോക്കണം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങയും കൂടെ ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് 2 എണ്ണം ആക്കിയിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു തക്കാളി നല്ലോണം വലുതാണ്, അധികമാവുന്ന. അതുകൊണ്ട് ഞാൻ 2 ആക്കി. നിങ്ങൾ മീഡിയം സൈസ് തക്കാളി എടുക്കണമെന്ന് വെച്ചാൽ 4 എണ്ണം എടുത്തോളൂ. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നാടൻ കറി ഉണ്ടാക്കണതുകൊണ്ട് ഞാൻ മൺപാത്രത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ പാത്രത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. മസാല അരച്ച് വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. മസാല അരച്ച മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണിത്. അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഈ വെള്ളം മതിയാവില്ല, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിക്കാം. ഒരു 1/2 കപ്പും കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാറുണ്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് തിളയ്ക്കാൻ അനുവദിക്കാം. അപ്പോൾ ആദ്യം 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. അത് കഴിഞ്ഞ് പിന്നെ പാത്രം തുറന്നു വെച്ചിട്ട് ബാക്കി 5 മിനിറ്റ് നന്നായി തിളപ്പിക്കാം. 10 മിനിറ്റ് നേരം നല്ലോണം തിളച്ച് മസാലയുടെ കളറൊക്കെ മാറി കറി റെഡി ആയിട്ടുണ്ട്.
ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കുക. കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് നന്നായിരിക്കും. എന്താ വെച്ചാൽ പുളിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് പഞ്ചസാര ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. അതേ അടുപ്പത്ത് ഞാനൊരു ചെറിയ പാൻ, വറുത്തിട്ടൊന്ന് പാന് വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ചൂടാകും. എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ കുറച്ച് ചെറിയുള്ളി നേരിയതായിട്ട് അരിഞ്ഞത്. ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. ഉള്ളി നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയുടെ മുകളിലേക്ക് ചേർക്കാം. മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് ഉപയോഗിക്കുന്നവരെ അടുപ്പിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ തക്കാളി കറി റെഡിയാണ്. ഇതൊരു ഏകദേശം ഒരു മീൻ കറിയുടെ ടേസ്റ്റ് ആണ് ഇതിന് വരിക. അപ്പോൾ മീൻ കൂട്ടാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഈ സ്റ്റൈലിൽ കറി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ദിവസം ഊണിൻ്റെ കൂടെ കഴിക്കുന്ന പോലെ ഒരു കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.